റെപ്രസെൻറ്റേഷൻസ് ആൻഡ് മാപ്പിംഗ് ഇഷ്യൂസ് ഓഫ് നോളജാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. അപ്പോൾ റെപ്രസെൻറ്റേഷനും മാപ്പിങ്ങും എന്താണെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. രസമായിട്ട് വേണമെങ്കിലും ചോദിക്കാം. എക്സ്പ്ലെയിൻ റെപ്രസെൻറ്റേഷൻ ആൻഡ് മാപ്പിങ്സ് ഓഫ് നോളജ് എന്ന്. ഓക്കെ, അതിൽ നമ്മൾ ആദ്യം പറയുന്നത് നോളജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നോളജ് നമ്മൾ അതിന് കൊടുക്കാൻ പറ്റണം ഒരു സിസ്റ്റത്തിന്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നോളജ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? നോളജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാക്റ്റ് ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂത്ത് ഇൻ സം റെലവൻറ്റ് വേൾഡ്, അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട്സ്. ഈ ഫാക്റ്റിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട് അവിടെ. റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട്സ് ഇൻ സം ചൂസൺ ഫോർമുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ തിങ്സ് വി വിൽ ആക്ച്വലി ബി ഏബിൾ ടു മാനിപ്പുലേറ്റ്. അപ്പോൾ ഫാക്ട്സ് കാണും, റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട്സും കാണും. ഓക്കെ, ഇതിന് നമുക്ക് ഈ രണ്ട് കാര്യങ്ങളെയും രണ്ട് ലെവൽസ് ചിന്തിക്കാം. ഒന്നെന്ന് പറയുന്നത് നോളജ് ലെവൽ, രണ്ടാമത്തേത് പറഞ്ഞാൽ സിമ്പിൾ ലെവൽ. നോളജ് ലെവൽ എന്ന് പറഞ്ഞാൽ ഫാക്ട്സ് ഇൻക്ലൂഡിങ് ഈച്ച് ഏജൻറ്റ്സ് ബിഹേവിയർ ആൻഡ് കറണ്ട് ഗോൾസ് ആർ ഡിസ്ക്രൈബ്. അടുത്ത സിമ്പിൾ ലെവൽ എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഒബ്ജക്ട്സ് അറ്റ് ദ നോളജ് ലെവൽ ആർ ഡിഫൈൻഡ്. നോളജ് ലെവലുള്ള സംഭവങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? സിമ്പിൾ ലെവൽ എന്ന് പറയും. ഇനി എന്താണ് മാപ്പിംഗ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ മാപ്പിംഗ്? Two-way mappings that exist between facts and representations are called representation mappings. അപ്പോൾ ഫാക്റ്റുകൾക്കും റെപ്രസെൻറ്റേഷനും ഇടയ്ക്കുള്ള ടു-വേ മാപ്പിങ്ങിനെയാണ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ മാപ്പിംഗ്. ഫോർവേഡ് റെപ്രസെൻറ്റേഷൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഫാക്റ്റ് റെപ്രസെൻറ്റേഷനാണ്. ബാക്ക്വേർഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേഷൻ ടു ഫാക്റ്റാണ്. ഇനി ഒരു റെപ്രസെൻറ്റേഷൻ കൂടെ ഉണ്ട്. എന്താണ്? ഇംഗ്ലീഷിലെ റെപ്രസെൻറ്റേഷൻ. നമ്മളിത് പറഞ്ഞു, ഫാക്റ്റ് ഉണ്ട്, അതിൻ്റെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട് ഒരു സിസ്റ്റത്തിനകത്ത്. അതല്ലാതെ എന്തുണ്ട്? ഇംഗ്ലീഷിലെ റെപ്രസെൻറ്റേഷനും ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? മാപ്പിംഗ് ബിറ്റ്വീൻ ഫാക്ട്സ് ആൻഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വരയ്ക്കാം നിങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ മാപ്പിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ. ഇനി അടുത്തത് ഉദാഹരണത്തിന് പറയുകയാണ്, സ്പോട്ട് ഈസ് എ ഡോഗ്. അത് ഇംഗ്ലീഷിൽ ആണ് അത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം ലോജിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട്? ഡോഗ് ബ്രാക്കറ്റിൽ സ്പോട്ട്. ഇനി ഒരു ഡിഡക്റ്റീവ് മെക്കാനിസം എന്താണ് ഇംഗ്ലീഷിലെ സെൻറ്റൻസിൽ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം, അത് ലോജിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ ഡോഗ് ബ്രാക്കറ്റിൽ സ്പോട്ട് എഴുതാം. അപ്പം നമുക്ക് മനസ്സിലാവും സ്പോട്ട് ഈസ് എ ഡോഗ്. പ്രെഡിക്കേറ്റ് ലോജിക്കലാണെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത വീണ്ടും നമുക്ക് എങ്ങനെയാണ്? ഡോഗ്സിന് ടെയിൽസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഫോർ ഓൾ ഡോഗ്സ് അതാണ് ഫോർ ഓൾ എക്സ് ഡോഗ് ഓഫ് എക്സ് ഇംപ്ലൈസ് ഹാസ് ടെയിൽ ഓഫ് എക്സ്. അപ്പോൾ ഒന്ന് അതിൻ്റെ മീനിങ് എന്താണ്? ഡോഗിന് ടെയിലുണ്ട്, അതുകൊണ്ടാണ് ആ ഹാസ് ടെയിൽ ഒരു ആരോ ഇട്ട് ഹാസ് ടെയിൽ എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ എക്സ് ഇട്ടിരിക്കുന്നത്. അത് എല്ലാ ഡോഗിനോടാണ്. ഫോർ ഓൾ എക്സ് എന്നാണ് ആദ്യത്തെ സിമ്പൽ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും? ഹാസ് ടെയിൽ സ്പോട്ട്. അപ്പോൾ എന്ത് പറയാം? നമുക്ക് സ്പോട്ടിന് ടെയിലുണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് തിരിച്ച് എങ്ങനെ എഴുതാം? ഇംഗ്ലീഷിലേക്ക് എഴുതാം, സ്പോട്ട് ഹാസ് എ ടെയിൽ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ലോജിക്കൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ഡിഡക്റ്റീവ് മെക്കാനിസം വഴി എങ്ങനെ എഴുതാം? ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാം? ഇത്ര നമ്മൾ പറഞ്ഞു. ഇനിയെന്നുള്ളത് ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് അത് മാനിപ്പുലേറ്റ് ചെയ്താണ് AI പ്രോഗ്രാംസ് നമുക്കൊരു ഉത്തരം തരുന്നത്. ഇപ്പോൾ ഒരു ഗുഡ് റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പ്രോഗ്രാമിൻ്റെ റീസണിങ് കുറച്ചും കൂടെ സിമ്പിളാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഉണ്ടോ? താഴെ മ്യൂട്ടിലേറ്റഡ് ചെക്കർ ബോർഡ് പ്രോബ്ലം. രണ്ട് ബ്ലാക്ക് സ്ക്വയേഴ്സ് ആ ബോർഡിൽ മിസ്സിംഗ് ആണ്. അത് നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം? കണ്ടോ, 3 തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തേത് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും, ഇല്ലേ? 2 ബ്ലാക്ക് സ്ക്വയറാണ് മിസ്സിങ്. മൂന്നാമത്തെ കാര്യത്തിൽ നമുക്ക് അറിയാൻ പറ്റൂലേ? നമ്പർ ഓഫ് ബ്ലാക്ക് സ്ക്വയേഴ്സ് ഉണ്ടോ? 30, നമ്പർ ഓഫ് വൈറ്റ് സ്ക്വയേഴ്സ് 32 ആണ്. അപ്പോഴും നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട്സിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം തന്നിട്ടുണ്ട്. ഈ 4.3യും എന്താണ്, നമുക്ക് ജനറൽ പ്രോഗ്രാമിംഗ് ബുക്ക് പോലെയാണ്, അല്ലെങ്കിൽ ആസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻ അബ്സ്ട്രാക്ട് ഡേറ്റ ടൈപ്പ് ആൻഡ് എ കോൺക്രീറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദാറ്റ് ടൈപ്പ് പോലെയാണ് നമുക്ക് ഈ ഒരു ഫിഗർ കണ്ടാൽ തോന്നുന്നത്. അതും അല്ലാതെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ ടൈപ്പ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻ ഡേറ്റ ടൈപ്പ് ഡിസൈൻ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദ മാപ്പിംഗ് ദാറ്റ് വി ആർ കോളിംഗ് ദ ബാക്ക്വേർഡ് റെപ്രസെൻറ്റേഷൻ മാപ്പിംഗ് ഇസ് എ ഫംഗ്ഷൻ. ഡേറ്റ ടൈപ്പിനാണെങ്കിൽ സാധാരണ ഒരു ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ ബാക്ക്വേർഡ് റെപ്രസെൻറ്റേഷൻ മാപ്പിംഗ് ആയിട്ട് വിളിക്കുന്നത്. ആൻഡ് there is at least one representation for every fact. In many AI domains it may not be possible to come up with a representation mapping. ചില ഡേറ്റ ടൈപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ അല്ല AIയിലെ റെപ്രസെൻറ്റേഷൻ. അത്ര നിങ്ങൾ അറിഞ്ഞാൽ മതി. റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട്സ് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു പടത്തിലെ പോലെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് അപ്രോച്ചസ് ടു നോളജ് റെപ്രസെൻറ്റേഷൻ. ഒരു നല്ല സിസ്റ്റം
ഒരു നോളജ് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിലുള്ള നല്ല സിസ്റ്റം എങ്ങനെ ഇരിക്കണം, അതിനുള്ള പ്രോപ്പർട്ടീസാണ് പറയുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ റെപ്രസെൻറ്റേഷണൽ അഡിക്വസി വേണം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന് എല്ലാ തരം നോളജും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി വേണം. അടുത്ത ഇൻഫറൻഷ്യൽ അഡിക്വസി വേണം. ഈ നോളജൊക്കെ ഉപയോഗിച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് പുതിയ സ്ട്രക്ചേഴ്സ് കണ്ടുപിടിക്കാനുള്ള എബിലിറ്റി ആ സിസ്റ്റത്തിന് വേണം. അടുത്ത ഇൻഫറൻഷ്യൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ പുതിയൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ അതും കൂടെ ആഡ് ചെയ്യാനുള്ള കഴിവ് ആ സിസ്റ്റത്തിന് വേണം. അക്യൂസേഷണൽ എഫിഷ്യൻസി, പുതിയ ഇൻഫർമേഷൻ എളുപ്പത്തിൽ അക്വയർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഡയറക്റ്റ് ഇൻസേർഷനോ അല്ലെങ്കിൽ ബൈ പേഴ്സണൽ ന്യൂ നോളജ് ഇൻ ദ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ നോളജ് അക്വിസിഷൻ കൺട്രോൾ ചെയ്യാൻ പ്രോഗ്രാമിൽ തന്നെ പറ്റണം. സാധാരണ ഒരു സിസ്റ്റം ഈ പറഞ്ഞ ഒപ്റ്റിമം പ്രോപ്പർട്ടിയിൽ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ടെക്നിക്സ് ഓഫ് നോളജ് റെപ്രസെൻറ്റേഷൻ വേണ്ടി വരും. ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഒരു ഡേറ്റ ചെയ്യണമെങ്കിൽ തന്നെ എന്തെങ്കിലും മൾട്ടിപ്പിൾ നോളജ് റെപ്രസെൻറ്റേഷൻ ടൈപ്സ് വേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് ആ നോളജ് റെപ്രസെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ഐഡിയാസാണ് അടുത്ത് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ റിലേഷണൽ നോളജ് എന്ന് പറഞ്ഞാലോ, നമുക്ക് ഫാക്ട്സിനെ സെറ്റ് ഓഫ് റിലേഷൻസ് ആയിട്ട് ഈ ഡേറ്റാ ബേസുകളിലൊക്കെ നിങ്ങൾ കാണും. എങ്ങനെയാണ് പ്ലെയർ, ഹൈറ്റ്, വെയിറ്റ്, ഇപ്പോൾ നിങ്ങളുടെ ഡേറ്റാ ബേസാണ് റോൾ നമ്പർ, മാർക്ക്, ഗ്രേഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി. അതുപോലെ നമുക്ക് സെറ്റ് ഓഫ് ഫാക്ട്സിന് എന്താണ് ഒരു സെറ്റ് ഓഫ് റിലേഷൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ ഡേറ്റാ ബേസസ്. അതിനാണ് സിമ്പിൾ റിലേഷണൽ നോളജ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു നോളജ് കൊണ്ട് നമുക്ക് അധികം കാര്യം സിസ്റ്റത്തിനൊന്നും പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും വെയിറ്റ് കൂടിയ പ്ലെയർ ആരെന്ന് ചോദിച്ചാൽ സിസ്റ്റത്തിന് അറിയത്തില്ല. കാര്യം വെയിറ്റ് കൂടിയത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മുടെ സിസ്റ്റത്തിന് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും താഴെ എഴുതിയിരിക്കുന്നതുണ്ടോ ഒരു ബോക്സ്, അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് പ്രൊലോഗിൽ ഇതെങ്ങനെ എഴുതുമെന്നാണ്. ഓക്കെ, ഒരു പ്ലെയറിൻ്റെ ഇൻഫോ എങ്ങനെ എഴുതുന്നതാണ്. ഹാങ് ആരോൺ, അടുത്ത 60, 180, റൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലെയർ ഇൻഫോ എന്ന് പറഞ്ഞ് പ്രൊലോഗിൽ എഴുതാം. നമ്മളെങ്ങനെയാണ് ഫാക്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് നേരത്തെ പഠിച്ചു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റബിൾ നോളജ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ദ റിലേഷണൽ നോളജ് corresponds to a set of attributes and associated values that together describe the objects of knowledge base. അപ്പോൾ ഒരു അട്രിബ്യൂട്ട്സും ഉണ്ട്, അസോസിയേറ്റഡ് വാല്യൂസും ഉണ്ട്. നോളജ് അബൌട്ട് ഒബ്ജക്ട്സ്, ദർ അട്രിബ്യൂട്ട്സ് ആൻഡ് ദർ വാല്യൂസ് ആണ് പൊതുവെ അതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് എന്താണ്, ദ സ്ട്രക്ചർ മസ്റ്റ് ബി ഡിസൈൻ ടു കറസ്പോണ്ട് ടു ദ ഇൻഫറൻസ് മെക്കാനിസംസ് ദാറ്റ് ആർ ഡിസൈഡ്. വൺ ഓഫ് ദ മോസ്റ്റ് useful forms of inference is property inheritance, in which the elements of specific classes inherits attributes and values from more general classes in which they are included. ഇവിടെ എന്തുവാണ്, നമുക്ക് ജനറലായിട്ട് ഒരാളുടെ കാര്യം പറയാം, എന്നിട്ട് ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യാം, ഇൻഹെറിറ്റ് ചെയ്യണ പോലെ പറയാം. ഉദാഹരണത്തിനുണ്ട് പേഴ്സൺ ഈസ് അഡൾട്ട്, മെയ്, അടുത്ത ഈസ് എ ബേസ്ബോൾ പ്ലെയർ. ഇനി പിച്ചറാണോ, ഫീൽഡറാണോ, ബാറ്റിംഗ് ആവറേജ് എങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആണ് നമ്മൾ ഇൻഹെറിറ്റബിൾ നോളജിൻ്റെ ഒരു എന്താണ് ഒരു ചാർട്ട് പോലെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി ഇവിടെ എന്താണ് അതിൽ കണ്ടോ, അതിൽ ഹൈറാർക്കിക്കൽ റെപ്രസെൻറ്റേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ലൈൻസ് ആണ് അവിടെ അട്രിബ്യൂട്ട്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നോക്കിയാൽ ഹൈറ്റ്, ഒരു വരയുടെ അടുത്തുണ്ടോ ഹൈറ്റ് എന്നിരിക്കുന്നത്, ഈസി എന്ന് എഴുതിയിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ കണ്ടല്ലേ. ഇനി ആ ഓരോ ബോക്സിനകത്ത് എന്താണ്, ബോക്സ് നോട്ട്സിനകത്ത് എന്താണ് ഒബ്ജക്ട്സ്, അതിൻ്റെ വാല്യൂസുമാണ് എഴുതിയിരിക്കുന്നത്, വാല്യൂസ് ഓഫ് അട്രിബ്യൂട്ട്സും ആണ് എഴുതിയിരിക്കുന്നത്. ആരോ അതുപോലെ പോയിൻ്റ് ചെയ്യുന്ന എന്താണ്, ഫ്രം എൻ ഒബ്ജക്റ്റ് ടു ഇറ്റ്സ് വാല്യൂ ആണ്. ഇങ്ങനെ വരയ്ക്കുന്നതിന് നമ്മൾ എന്ത് പറയും, സ്ലോട്ട് ആൻഡ് ഫില്ലർ സ്ട്രക്ചർ എന്ന് പറയും. നമ്മൾ സ്ലോട്ട് ബാക്കി ട്രെയിൻസൊക്കെ പഠിക്കുന്നതാണ്. ഇതിനെന്ത് പറയും, സ്ലോട്ട് ആൻഡ് ഫില്ലർ സ്ട്രക്ചർ എന്ന് പറയും. ഇതിനെ നമുക്ക് എന്ത് പറയാം, സെമാൻറ്റിക് നെറ്റ്വർക്ക് ഒരു കളക്ഷൻ ഓഫ് ഫ്രെയിംസ് എന്നും പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈച്ച് ഇൻഡിവിജ്വൽ ഫ്രെയിം റെപ്രസെൻറ്റ്സ് എ കളക്ഷൻ ഓഫ് അട്രിബ്യൂട്ട്സ് ആൻഡ് വാല്യൂസ് അസോസിയേറ്റ് വിത്ത് എ പർട്ടിക്കുലർ നോളജ്. ഈ ഇൻഹെറിറ്റബിൾ നോളജുമായിട്ട് ബന്ധപ്പെട്ട ഫ്രെയിംസും സെമാൻറ്റിക് നെറ്റ്വർക്കൊക്കെ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഓക്കെ, അതിൻ്റെ പേര് ഇൻഹെറിറ്റബിൾ നോളജ് റെപ്രസെൻ്റ് ചെയ്യാനാണ് എന്നുള്ളത് മാത്രം പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അതെങ്ങനെയാണ് അതിൻ്റെ അൽഗോരിതം അടുത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ ഫ്രെയിം എങ്ങനെ എഴുതുമെന്ന് പൊതുവെ. ഇനി അടുത്ത പറയുന്നത് ഇൻഫറൻഷ്യൽ നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നോളജ് സ്റ്റോർ ചെയ്താൽ മാത്രം പോരാ, അതിൽ നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണം. അതിൻ്റെ എക്സാമ്പിൾ എന്താണ്, ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്ക്. അപ്പോൾ ഇൻഫറൻഷ്യൽ നോളജ് എഴുതുമ്പോൾ കണ്ടോ, ഇതിൽ ഫോർ ഓൾ എക്സ്, ബോൾ ഓഫ് എക്സ്, അത് ഫ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഫെയർ ആണ്, അടുത്ത ഇൻഫീൽഡ് ക്യാച്ചബിൾ ആണോ എന്നൊക്കെ പറഞ്ഞാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ടുണ്ട്. ഇൻഫറൻഷ്യൽ നോളജിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം, ഒരു പ്രെഡിക്കേറ്റ് ലോജിക്കിൽ ഒരു എക്സാമ്പിൾ എഴുതാം, പ്രോഗ്രാമിംഗ് ഡീറ്റെയിൽ എഴുതാം എന്ന് പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽ കൊടുത്ത് അതിന് സോൾവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പ്രൊസീജിയറൽ നോളജ് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ പ്രോഗ്രാംസ് ഇൻ മെനി വേസ്.
The most common way is use simply as in code for doing something. Machine uses the knowledge when it executes the code to perform a task. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു സംഭവം ചെയ്യാം എന്നുള്ളത് ഒരു പ്രോഗ്രാമിൽ എഴുതുന്ന നമ്മൾ എന്ത് പറയുന്നത് പ്രൊസീജിയറൽ നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം കോഡാണ്. പ്രൊസീജിയർ നോളജ് സാറിന് റെപ്രസെൻ്റ് ചെയ്യുന്ന കോഡായിട്ടാണ്. എക്സാമ്പിൾ ലിസ്പ് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് നോളജ് റെപ്രസെൻറ്റേഷൻ ചോദിച്ചാൽ നേരത്തെ എസ്സേ തന്നെ എഴുതിയാൽ മതി. ഏതൊക്കെയാണ് മറ്റേ സെമാൻറ്റിക് നെറ്റ്വർക്ക്സ് ഇതെല്ലാം ഉള്ളത്. പക്ഷേ അത് ഏത് നോളജാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇൻഹെറിറ്റബിൾ നോളജാണ്. അത് കഴിഞ്ഞ് ഇൻഫറൻഷ്യൽ നോളജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പ്രെഡിക്കേറ്റ് ലോജിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എസ്സേയുടെ കൂടെ നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു പാരഗ്രാഫ് പ്രെഡിക്കേറ്റ് ലോജിക്കിനെ കുറിച്ച്, 1-2 വരി പ്രൊലോഗിനെ കുറിച്ച്, 1-2 വരി ലിസ്പിനെ കുറിച്ചും കൂടെ എഴുതണം. അത് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക്. പ്രൊസീജിയർ നോളജ് 4 ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഈ നോളജ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ സ്കീംസ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്തതുള്ള ഇഷ്യൂസ് ഇൻ നോളജ് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇഷ്യൂസ്? ഒന്നെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് അട്രിബ്യൂട്ട്സ്, അതുപോലെ എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത വീഡിയോയിൽ അത് പറയാം.